ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ. ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഇന്നു മുതൽ 3 ദിവസമാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്വീറ്റ് വെതർ പറയുന്നു. കേരളത്തിന്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലുൾപ്പെടെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. തീരദേശത്തും ഇന്നും നാളെയും മഴ ലഭിക്കും. ഒഡീഷയ്ക്ക് സമീപം രൂപപ്പെട്ട ഇരട്ട ചക്രവാതച്ചുഴിയും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഇരട്ട ചക്രവാതച്ചുഴിയുമാണ് മഴ സജീവമാക്കി നിർത്തുക. ഇതോടൊപ്പം കേരളതീരത്ത് മഹാരാഷ്ട്ര വരെ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയും നിലവിലുണ്ട്. സൊമാലി ജെറ്റ് സ്ട്രീം സ്വാധീനവും സംസ്ഥാനത്തുണ്ട്. രാവിലെ കടലിൽ മേഘങ്ങൾ രൂപപ്പെട്ടിരുന്നെങ്കിലും കാറ്റ് അനുകൂലമല്ലാത്തതിനാൽ ദുർബലമായാണ് ഇവ കരകയറുന്നത്. അതേസമയം കേരള തീരത്ത് കാറ്റ് പ്രതീക്ഷിച്ചതുപോലെ ശക്തമാകാത്തതിനാലാണ് പ്രതീക്ഷിച്ച ശക്തമായതോ തുടർച്ചയായതോ ആയ മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്യാതിരുന്നത്. നിലവിൽ മഴ ശക്തിപ്പെടാത്തതും ഇതുകൊണ്ടാണ്. ഭൂരിഭാഗം മഴയും കടലിൽ തന്നെ പെയ്തു തീരുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും എല്ലാ ജില്ലയിലും മഴ ലഭിക്കുമെങ്കിലും കാറ്റിന്റെ നിലവിലെ സ്ഥിതിയിൽ പുരോഗതി ഇല്ലായെങ്കിൽ ഇതേ സ്ഥിതി തുടരാനാണ് സാധ്യത. കേരള തീരത്ത് നാളെ രാവിലെ 5:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ തീരത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.